ഇറാന്റെ പല കണക്കുകൂട്ടലുകളും തെറ്റിച്ചാണ് അമേരിക്ക ബങ്കർ ബസ്റ്ററുകൾ പൊട്ടിച്ചത്. അമേരിക്കയുടെ B-2 വിമാനങ്ങൾ പുറപ്പെട്ടെന്ന രഹസ്യവിവരം ഇറാന് ലഭിച്ചാലും അമേരിക്കയുടെ ആ നീക്കം തകർക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഒരേ സമയം പല ദിശയിൽ യുദ്ധവിമാനങ്ങൾ പറപ്പിച്ചായിരുന്നു അമേരിക്ക ഇറാന് കെണിയൊരുക്കിയത്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ആദ്യം പസഫിക്കിലേക്ക്, ഇറാന്റെ ശ്രദ്ധ പസഫിക്കിലേക്ക് തിരിഞ്ഞെന്ന് ഉറപ്പുവരുത്തി ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം. ഇറാനെതിരെ ട്രംപിന്റെ 125 ജെറ്റുകളും B-2 ബോംബറുകളും മാത്രമല്ല, ഒരു ചതിക്കെണിയും ഉണ്ടായിരുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ US ഇടപെടലിന് ലോകം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചു. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന രഹസ്യനാമത്തിൽ തെഹ്റാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തി. എന്നാൽ 125 ജെറ്റുകളും B-2 ബോംബറുകളും ഉൾപ്പെട്ട ഈ ഒരു ഓപ്പറേഷനിൽ ഇറാനെതിരെ അമേരിക്കൻ സൈന്യം തന്ത്രപരമായ മറ്റൊരു നീക്കം കൂടി നടത്തിയതായാണ് റിപ്പോർട്ട്. US സൈന്യത്തിന് നേട്ടം നൽകിയേക്കാവുന്ന തരത്തിൽ ഇറാനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചതിക്കെണി കൂടി ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിൽ ഉൾപ്പെട്ടതായാണ് വിവരം. ഇറാന്റെ ആണവ ഗവേഷണ സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനായി അമേരിക്കൻ സൈന്യം B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചതായി ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ പറഞ്ഞു. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ ശനിയാഴ്ച രാവിലെ വരെ US ഇറാന് നേരെ ബോംബറുകൾ അടങ്ങിയ വലിയ B-2 സ്ട്രൈക്ക് പാക്കേജ് വിക്ഷേപിച്ചതായും അദ്ദേഹം വൈറ്റ് ഹൌസിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇറാന്റെ നിരീക്ഷണ സംവിധാനങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ച് അവരെ കബളിപ്പിച്ച് അതിസൂക്ഷ്മ മുന്നൊരുക്കത്തോടെയാണ് US സൈന്യം ആക്രമണം നടത്തിയത്. ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായി ബോംബർ പാക്കേജിൽ ഒരു ഭാഗം പടിഞ്ഞാറോട്ട് പസഫിക്കിലേക്ക് വഴിതിരിച്ചുവിട്ടതായി കെയ്ൻ പറഞ്ഞു. അതായത് കൂടുതൽ ബോംബറുകൾ മറ്റൊരു വഴിക്ക് വിക്ഷേപിച്ച് ഇറാന്റെ നിരീക്ഷണ സംവിധാനങ്ങളെ വളരെ തന്ത്രപൂർവ്വം കബളിപ്പിച്ചു. ഈ ചതിക്കിണിയെക്കുറിച്ച് US ഭരണകൂടത്തിലെ ഏതാനും പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്നും കെയ്ൻ കൂട്ടിച്ചേർത്തു. എങ്ങനെയാണ് ഇറാനെ അതിവിദഗ്ധമായി US കബളിപ്പിച്ചത്? ആക്രമണത്തിനിടെ ബോംബറുകളുടെ ഒരു ഭാഗം പടിഞ്ഞാറോട്ട് പസഫിക് സമുദ്രത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഇവിടെയാണ് US ആക്രമണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന തരത്തിൽ ഒരു മിഥ്യാധാരണ ഇറാനിൽ സൃഷ്ടിച്ചു. എന്നാൽ ഇതേ സമയം ഇറാന് നേരെ യഥാർത്ഥത്തിൽ ആക്രമണ ദൗത്യം ഏൽപ്പിച്ചിരുന്ന ബോംബറുകൾ US വിക്ഷേപിച്ചു. രഹസ്യ സ്വഭാവത്തോടെയാണ് ഈ കബളിപ്പിക്കൽ പദ്ധതി US നടപ്പാക്കിയത്. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമായിരുന്നുള്ളൂ. മാത്രമല്ല, ഈ ഒരു സമയത്ത് കനത്ത രഹസ്യാത്മകത നിലനിർത്താൻ അത്യാവശ്യത്തിന് മാത്രമാണ് ആശയവിനിമയം നടത്തിയതുപോലും. ചതിക്കെണിയുമായി വിമാനങ്ങൾ പടിഞ്ഞാറോട്ട് പറന്നപ്പോൾ യഥാർത്ഥ ദൗത്യവുമായി 2 ക്രൂ അംഗങ്ങൾ വീതമുള്ള 7 B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ ഇറാനെ ലക്ഷ്യമാക്കി നിശബ്ദമായി കിഴക്കോട്ട് നീങ്ങി. 18 മണിക്കൂർ നീണ്ട യാത്രയിൽ ആകാശത്ത് വെച്ച് തന്നെ പലതവണ വിമാനങ്ങളിൽ ഇന്ധനം നിറച്ചു. മണിക്കൂറുകൾ നീണ്ട പറക്കലിനൊടുവിൽ US-ന്റെ പടക്കോപ്പുകളുമായി പറന്ന യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചു. അവിടെ വെച്ച് കൃത്യമായ ഏകോപനത്തിലൂടെ B-2 ബോംബറുകൾ ഇറാന് നേരെ വർഷിച്ചു. പരിമിതമായ ആശയവിനിമയം മാത്രം നടത്തിക്കൊണ്ട് നടപ്പാക്കിയ ഈ ഒരു ദൗത്യം US സംയുക്ത സേനയുടെ സമാനതകളില്ലാത്ത ഏകോപന ശേഷിയെ എടുത്തു കാണിക്കുന്നുവെന്ന് കെയ്ൻ അഭിപ്രായപ്പെട്ടു. US സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ പ്രതികാര നടപടികളെയും പ്രത്യാക്രമണങ്ങളെയും നേരിടാൻ US സൈന്യം പൂർണ്ണമായും സജ്ജമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇറാൻ തിരിച്ചടിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അത് ഏറ്റവും മോശം തീരുമാനമായിരിക്കുമെന്ന മുന്നറിയിപ്പും കെയ്ൻ നൽകി. US സ്വയം പ്രതിരോധിക്കുമെന്നും സൈനികരുടെയും സാധാരണക്കാരുടെയും സുരക്ഷയ്ക്കാണ് US മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരെയുള്ള US-ന്റെ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ വൻ വിജയമായിരുന്നുവെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. ഒന്നിലധികം മേഖലകളിലായി വ്യാപിച്ചു കിടന്നിരുന്ന ഇറാനിയൻ ആണവ സൗകര്യങ്ങൾ US സൈന്യം തകർത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു.